ഈശോ 12 ശിഷ്യന്മാരെയും വിളിച്ച് ആരുടെ മേലാണ് അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തത്? എ. ജനങ്ങളുടെ മേൽ, ബി. പുരോഹിതരുടെ മേൽ, സി. പിശാചുക്കളുടെ മേൽ. ഉത്തരം പിശാചുക്കളുടെ മേൽ. സംഭവിച്ചതെല്ലാം കേട്ട് പരിഭ്രാന്തനായി തീർന്നത് ആര്? എ. ഹെറോദസ്, ബി. പീലാത്തോസ്, സി. പുരോഹിത പ്രമുഖർ. ഉത്തരം ഹെറോദസ്. അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചതിനു ശേഷം യേശു അവരെ ഏതു പട്ടണത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്? എ. ബെത്സൈദ, ബി. സമരിയ, സി. ജെറീക്കോ. ഉത്തരം ബെത്സൈദ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 7-ാം വാക്യം അനുസരിച്ച് സംഭവിച്ചതെല്ലാം കേട്ട് പരിഭ്രാന്തനായത് ആര്? എ. ശിഷ്യന്മാർ, ബി. ജനക്കൂട്ടം, സി. ഹെറോദസ്. ഉത്തരം ഹെറോദസ്. യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. അധ്യായം ഏത്? വാക്യം ഏത്? എ. ലൂക്ക 9:3, ബി. ലൂക്ക 9:4, സി. ലൂക്ക 9:5. ഉത്തരം ലൂക്ക 9:3. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 6-ാം വാക്യം അനുസരിച്ച് അവർ എത്ര പേർ ഉണ്ടായിരുന്നു? എ. 120, ബി. 12, സി. 72. ഉത്തരം 12. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി എന്തു ചെയ്യണം എന്നാണ് ഈശോ 12 പേരോടുമായി കൽപ്പിച്ചത്? എ. കാലിലെ പൊടി കഴുകി കളയണം, ബി. കാലിലെ പൊടി തട്ടിക്കളയണം, സി. കാലിലെ പൊടി തുടച്ചു കളയണം. ഉത്തരം കാലിലെ പൊടി തട്ടിക്കളയണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകം ഏതാണ്? എ. അപ്പം വർദ്ധിപ്പിക്കുന്നു, ബി. അപ്പസ്തോലന്മാരെ അയക്കുന്നു, സി. ഹെറോദേസിന്റെ ഉത്കണ്ഠ. ഉത്തരം ഹെറോദേസിന്റെ ഉത്കണ്ഠ. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങൾ ശിഷ്യന്മാർ എത്ര കുട്ട നിറയെ ശേഖരിച്ചു? എ. 10, ബി. 12, സി. 11. ഉത്തരം 12. ഈശോ 5 അപ്പവും 2 മത്സ്യവും വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ അവിടെ എത്ര പുരുഷന്മാർ ഉണ്ടായിരുന്നു? എ. 5000, ബി. ഏകദേശം 5000, സി. 4000. ഉത്തരം ഏകദേശം 5000. നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ് ഇത് പറഞ്ഞത് ആര്? എ. പത്രോസ്, ബി. ശിഷ്യന്മാർ, സി. ജനക്കൂട്ടം. ഉത്തരം പത്രോസ്. പീഡാനുഭവവും ഉത്ഥാനവും 1-ാം പ്രവചനം കാണുന്ന ഭാഗം ഏത്? എ. ലൂക്ക 9:44-45, ബി. ലൂക്ക 9:21-27, സി. ലൂക്ക 9:37-43. ഉത്തരം ലൂക്ക 9:21-27. യേശു രൂപാന്തരപ്പെടുന്നത് എപ്പോൾ? പീഡാനുഭവവും ഉത്ഥാനവും 1-ാം പ്രവചനത്തിന് ഏകദേശം 8 ദിവസങ്ങൾക്ക് മുൻപ്, ബി. പീഡാനുഭവവും ഉത്ഥാനവും 1-ാം പ്രവചനത്തിന് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ്, സി.
പീഡാനുഭവം ഉത്ഥാനവും ഒന്നാം പ്രവചനത്തിന് 8 ദിവസങ്ങൾക്ക് മുൻപ്. ഉത്തരം പീഡാനുഭവം ഉത്ഥാനവും ഒന്നാം പ്രവചനത്തിന് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ്. പ്രാർത്ഥിക്കാനായി മലയിലേക്ക് കയറിപ്പോയ ഈശോയുടെ മുഖഭാവം മാറിയത് എപ്പോൾ? എ. പ്രാർത്ഥിക്കുമ്പോൾ. ബി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. സി. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഉത്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഈശോ മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുൻപിൽ മഹത്വത്തോടെ കാണപ്പെട്ടത് ആര്? എ. പത്രോസും യോഹന്നാനും. ബി. മോശയും ഏലിയായും. സി. ഈശോയും മോശയും. ഉത്തരം മോശയും ഏലിയായും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 32-ാം വാക്യം അനുസരിച്ച് നിദ്രാവിവശർ ആയിരുന്നിട്ടും ഉണർന്നിരുന്നത് ആരാണ്? എ. യോഹന്നാനും കൂടെയുള്ളവരും. ബി. യാക്കോബും കൂടെയുള്ളവരും. സി. പത്രോസും കൂടെയുള്ളവരും. ഉത്തരം പത്രോസും കൂടെയുള്ളവരും. മഹത്വത്തോടെ കാണപ്പെട്ട മോശയും ഏലിയായും എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? എ. ജെറുസലേമിൽ പൂർത്തിയായ അവന്റെ കടന്നുപോകലിനെക്കുറിച്ച്. ബി. ജെറുസലേമിൽ പൂർത്തിയാകേണ്ട കടന്നുപോകലിനെക്കുറിച്ച്. സി. അടുത്തുതന്നെ ജെറുസലേമിൽ പൂർത്തിയാക്കേണ്ട അവന്റെ കടന്നുപോകലിനെക്കുറിച്ച്. ഉത്തരം അടുത്തുതന്നെ ജെറുസലേമിൽ പൂർത്തിയാക്കേണ്ട അവന്റെ കടന്നുപോകലിനെക്കുറിച്ച്. ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ആരാണ് ഇത് പറഞ്ഞത്? എ. യാക്കോബ്. ബി. യോഹന്നാൻ. സി. പത്രോസ്. ഉത്തരം പത്രോസ്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയം ഇല്ലായിരുന്നു. ആർക്ക്? എ. പത്രോസിന്. ബി. യാക്കോബിന്. സി. യോഹന്നാന്. ഉത്തരം പത്രോസിന്. ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. അധ്യായം ഏത്? വാക്യം ഏത്? എ. ലൂക്ക 9:34. ബി. ലൂക്ക 9:36. സി. ലൂക്ക 9:35. ഉത്തരം ലൂക്ക 9:35. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾക്ക് സമാനമായ സുവിശേഷ ഭാഗം ഏത്? എ. മത്തായി 17:14-18. ബി. മർക്കോസ് 9:1-13. സി. മർക്കോസ് 8:14-27. ഉത്തരം മത്തായി 17:14-18. ഈശോയുടെ രൂപാന്തരീകരണത്തിന്റെ പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവന്റെ അടുത്തേക്ക് വന്നത് ആര്? എ. ജനക്കൂട്ടം. ബി. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ. സി. മറ്റ് ശിഷ്യന്മാർ. ഉത്തരം ജനക്കൂട്ടം. അതിനെ പുറത്താക്കാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു. എന്തിനെ പുറത്താക്കാനാണ് ശിഷ്യന്മാരോട് അപേക്ഷിച്ചത്? എ. അശുദ്ധാരൂപിയെ. ബി. അശുദ്ധാത്മാവിനെ. സി. ജനക്കൂട്ടത്തെ. ഉത്തരം അശുദ്ധാത്മാവിനെ. ദൈവത്തിന്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. അധ്യായം ഏത്? വാക്യം ഏത്? എ. 9:41. ബി. 9:42. സി. 9:43. ഉത്തരം 9:43. യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി ആരെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് കാണുന്നത്? എ. ശിഷ്യന്മാരെ. ബി. പിതാവിനെ. സി. ജനക്കൂട്ടത്തെ. ഉത്തരം പിതാവിനെ. പീഡാനുഭവത്തെക്കുറിച്ച് 2-ാം പ്രവചനം. അധ്യായം ഏത്? വാക്യം ഏത്? എ. 9:30-32. ബി. 9:44-45. സി. 9:21-27.
ഉത്തരം 9:44-45. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ആരാണെന്നാണ് ഈശോ പറയുന്നത്? എ. ദൈവഹിതം നിറവേറ്റുന്നവൻ. ബി. ഏറ്റവും ചെറിയവൻ. സി. ശിശുവിനെ സ്വീകരിക്കുന്നവൻ. ഉത്തരം ഏറ്റവും ചെറിയവൻ. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോ എവിടേക്ക് പോകുവാൻ ആണ് തീരുമാനിച്ചത്? എ. സമരിയായിലേക്ക്. ബി. ജെറുസലേമിലേക്ക്. സി. താബോറിലേക്ക്. ഉത്തരം ജെറുസലേമിലേക്ക്. കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ആരാണ് ഇത് പറഞ്ഞത്? എ. അന്ത്രയോസും യോഹന്നാനും. ബി. അന്ത്രയോസും യാക്കോബും. സി. യാക്കോബും യോഹന്നാനും. ഉത്തരം യാക്കോബും യോഹന്നാനും. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. നീ പോയി എന്ത് ചെയ്യാനാണ് ഈശോ പറയുന്നത്? എ. രോഗികളെ സുഖപ്പെടുത്തുക. ബി. മരിച്ചവരെ ഉയർപ്പിക്കുക. സി. ദൈവരാജ്യം പ്രസംഗിക്കുക. ഉത്തരം ദൈവരാജ്യം പ്രസംഗിക്കുക. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിനു യോഗ്യനല്ല. അധ്യായം ഏത്? വാക്യം ഏത്? വിശുദ്ധ ലൂക്ക 9:62. ബി. വിശുദ്ധ ലൂക്ക 9:61. സി. വിശുദ്ധ ലൂക്ക 9:60. ഉത്തരം വിശുദ്ധ ലൂക്ക 9:62. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 62. ബി. 61. സി. 60. ഉത്തരം 62. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം എന്താണ്? എ. ആരാണ് വലിയവൻ? ബി. 72 പേരെ അയക്കുന്നു. സി. അനുതപിക്കാത്ത നഗരങ്ങൾ. ഉത്തരം 72 പേരെ അയക്കുന്നു. വേലക്കാരൻ അർഹനായിരിക്കുന്നത് എന്തിനാണ്? എ. തൻ്റെ വേലയ്ക്ക്. ബി. തൻ്റെ കൂലിക്ക്. സി. തൻ്റെ ജോലി സ്ഥലത്തിന്. ഉത്തരം തൻ്റെ കൂലിക്ക്. ആരോഹണം എന്ന പദം വിവക്ഷിക്കുന്നത് എന്തിനെ എല്ലാമാണ്? എ. യേശുവിൻ്റെ കുരിശുമരണം, ഉയർപ്പ്, സ്വർഗാരോഹണം. ബി. യേശുവിൻ്റെ പീഡാസഹനം, ഉയർപ്പ്, സ്വർഗാരോഹണം. സി. യേശുവിൻ്റെ കുരിശുമരണം, യേശുവിൻ്റെ പീഡാസഹനം, സ്വർഗാരോഹണം. ഉത്തരം യേശുവിൻ്റെ കുരിശുമരണം, ഉയർപ്പ്, സ്വർഗാരോഹണം. കർത്താവ് എത്ര പേരെ തിരഞ്ഞെടുത്താണ് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി തനിക്ക് മുമ്പേ അയച്ചത്? എ. 70. ബി. 71. സി. 72. ഉത്തരം 72. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ ആശംസിക്കേണ്ട വാക്ക് ഏതാണ് എന്നാണ് ഈശോ പറയുന്നത്? എ. ഈ വീടിന് സന്തോഷം. ബി. ഈ വീടിന് ശാന്തി. സി. ഈ വീടിന് സമാധാനം. ഉത്തരം ഈ വീടിന് സമാധാനം. ഈ വീടിന് സമാധാനം എന്ന് നിങ്ങൾ ആശംസിക്കുമ്പോൾ ആര് അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും എന്നാണ് ഈശോ പറയുന്നത്? എ. സമാധാനത്തിൻ്റെ ദൈവം. ബി. സമാധാനത്തിൻ്റെ പുത്രൻ. സി. സമാധാനത്തിൻ്റെ കർത്താവ്. ഉത്തരം സമാധാനത്തിൻ്റെ പുത്രൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 12-ാം വാക്യം അനുസരിച്ച് ഏത് നഗരത്തിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും എന്നാണ് ഈശോ പറയുന്നത്? എ. സോതോമിൻ്റെ. ബി. സീദോൻ്റെ. സി. കൊറാസീൻ്റെ. ഉത്തരം സോതോമിൻ്റെ. നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. ഈശോ ഇത് ഏത് നഗരത്തോടാണ് പറഞ്ഞത്? എ. കഫർനാമിനോട്. ബി. ടയറിനോട്. സി. സീദോനോട്.
ഉത്തരം കഫർനാമിനോട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 13-ാം വാക്യം അനുസരിച്ച് ഏതൊക്കെ നഗരങ്ങൾക്ക് ദുരിതം എന്നാണ് ഈശോ പറയുന്നത്? എ. കൊറാസീൻ സീദോൻ, ബി. ടയർ സീദോൻ, സി. കൊറാസീൻ ബെത്സൈദ. ഉത്തരം കൊറാസീൻ ബെത്സൈദ. കൊറാസീനിലും ബെത്സൈദയിലും നടന്ന അത്ഭുതങ്ങൾ ഏതൊക്കെ നഗരങ്ങളിൽ നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു എന്നാണ് ഈശോ പറയുന്നത്? എ. ടയറിലും സീദോനിലും, ബി. കഫർനാമിലും സീദോനിലും, സി. സീദോനിലും സർപ്തായിലും. ഉത്തരം ടയറിലും സീദോനിലും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യം അനുസരിച്ച് ഏത് കാര്യത്തെ സന്തോഷിക്കുവിൻ എന്നാണ് ഈശോ പറയുന്നത്? എ. പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു, ബി. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, സി. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഉത്തരം നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിച്ചത് ആരാണ്? എ. സർപ്പം, ബി. മാലാഖ, സി. സാത്താൻ. ഉത്തരം സാത്താൻ. നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ ആരോട് പറഞ്ഞു? എ. ഈശോ ജനക്കൂട്ടത്തോട്, ബി. ഈശോ ശിഷ്യന്മാരോട്, സി. ഈശോ ഫരിസേയ പ്രമാണികളോട്. ഉത്തരം ഈശോ ശിഷ്യന്മാരോട്. ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഇത് ഈശോയോട് ചോദിച്ചത് ആര്? എ. ഫരിസേയൻ, ബി. സദുക്കായൻ, സി. നിയമജ്ഞൻ. ഉത്തരം നിയമജ്ഞൻ. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന നിയമജ്ഞന്റെ ചോദ്യത്തിന് ഈശോ പറഞ്ഞ ഉപമ ഏത്? എ. നല്ല സമരിയാക്കാരൻ്റെ ഉപമ, ബി. വിതക്കാരൻ്റെ ഉപമ, സി. വിരുന്നിൻ്റെ ഉപമ. ഉത്തരം നല്ല സമരിയാക്കാരൻ്റെ ഉപമ. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. ഈ വാക്യങ്ങൾ കാണപ്പെടുന്നത് ഏത് ശീർഷകത്തിന്റെ താഴെയാണ്? എ. പ്രാർത്ഥനയുടെ ശക്തി, ബി. യേശു പഠിപ്പിച്ച പ്രാർത്ഥന, സി. നല്ല സമരിയാക്കാരൻ്റെ ഉപമ. ഉത്തരം നല്ല സമരിയാക്കാരൻ്റെ ഉപമ. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യരിൽ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് എന്ന ഈശോയുടെ ചോദ്യത്തിന് നിയമജ്ഞന്റെ മറുപടി എന്തായിരുന്നു? എ. അവനെ ശുശ്രൂഷിച്ചവൻ, ബി. അവനോട് കരുണ കാണിച്ചവൻ, സി. സത്രം സൂക്ഷിപ്പുകാരൻ. ഉത്തരം അവനോട് കരുണ കാണിച്ചവൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല സമരിയാക്കാരൻ്റെ ഉപമ കാണുന്ന വാക്യം ഏത്? എ. വിശുദ്ധ ലൂക്ക 10:21-24, ബി. വിശുദ്ധ ലൂക്ക 10:38-42, സി. വിശുദ്ധ ലൂക്ക 10:25-37. ഉത്തരം വിശുദ്ധ ലൂക്ക 10:25-37. നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ആരെക്കുറിച്ചാണ് ഈശോ ഇത് പറയുന്നത്? എ. മറിയത്തെക്കുറിച്ച്, ബി. മർത്തായെക്കുറിച്ച്, സി. ലാസറിനെക്കുറിച്ച്. ഉത്തരം മർത്തായെക്കുറിച്ച്. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. ആര്? എ. മർത്ത, ബി. മറിയം, സി. സലോമി. ഉത്തരം മറിയം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ശീർഷകം എന്ത്? എ. പ്രാർത്ഥനയുടെ ശക്തി, ബി. യേശുവും ബെൽസെബൂലും, സി. യേശു പഠിപ്പിച്ച പ്രാർത്ഥന. ഉത്തരം യേശു പഠിപ്പിച്ച പ്രാർത്ഥന. കർത്താവെ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ആരാണ് ഇത് ചോദിച്ചത്? എ. ശിഷ്യന്മാർ, ബി. ജനക്കൂട്ടം, സി. ശിഷ്യന്മാരിൽ ഒരുവൻ. ഉത്തരം ശിഷ്യന്മാരിൽ ഒരുവൻ. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോന്നാൽ ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്നത് എവിടെയാണ്?
എ വരണ്ട സ്ഥലങ്ങളിലൂടെ, ബി മരുഭൂമിയിലൂടെ, സി നീർച്ചാലിന് അരികിലൂടെ. ഉത്തരം വരണ്ട സ്ഥലങ്ങളിലൂടെ. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ ഇത് പറഞ്ഞത്. എ സ്ത്രീ, ബി ഒരു സ്ത്രീ, സി ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ. ഉത്തരം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ. നിനവേക്കാരുടെ അടയാളമായിരുന്നത് ആര്? എ മോശ, ബി പ്രവാചകർ, സി യോന. ഉത്തരം യോന. ഈ തലമുറയുടെ അടയാളം ആരാണ്? എ മോശ, ബി യോന, സി മനുഷ്യപുത്രൻ. ഉത്തരം മനുഷ്യപുത്രൻ. ശരീരത്തിൻ്റെ വിളക്ക് ഏത്? എ കണ്ണ്, ബി നാവ്, സി ഹൃദയം. ഉത്തരം കണ്ണ്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് എന്ന ശീർഷകത്തിൻ്റെ താഴെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ, ബി ശരീരം മുഴുവൻ ഇരുണ്ടുപോകാതിരിക്കാൻ, സി ശരീരം മുഴുവൻ പ്രകാശിപ്പിക്കാൻ. ഉത്തരം നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ. ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ടത് ആര്? എ യെശയ്യ, ബി ജെറമിയ, സി സക്കറിയ. ഉത്തരം സക്കറിയ. നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് ഈശോ ആരെക്കുറിച്ചാണ് പറയുന്നത്? എ ഫരിസയരെക്കുറിച്ച്, ബി നിയമജ്ഞരെക്കുറിച്ച്, സി സദുക്കായരെക്കുറിച്ച്. ഉത്തരം നിയമജ്ഞരെക്കുറിച്ച്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? എ 53, ബി 52, സി 54. ഉത്തരം 54. ഫരിസയരുടെ കാപഠ്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവാൻ ഈശോ ഇത് ആരോടാണ് പറയുന്നത്? എ ജനക്കൂട്ടത്തോട്, ബി നിയമജ്ഞരോട്, സി ശിഷ്യരോട്. ഉത്തരം ശിഷ്യരോട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 5-ാം വാക്യം അനുസരിച്ച് നിങ്ങൾ ആരെ ഭയപ്പെടണം എന്നുള്ള മുന്നറിയിപ്പാണ് നമുക്ക് ലഭിക്കുന്നത്? എ ശരീരത്തെ കൊല്ലുന്നവന്, ബി ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവന്, സി കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവന്. ഉത്തരം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവന്. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. അധ്യായം ഏത്? വാക്യം ഏത്? ലൂക്ക 12:7, ലൂക്ക 12:6, ലൂക്ക 12:5. ഉത്തരം ലൂക്ക 12:7. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ആരാണ് ഏറ്റുപറയുന്നത്? എ കർത്താവ്, ബി മനുഷ്യപുത്രൻ, സി മാലാഖമാർ. ഉത്തരം മനുഷ്യപുത്രൻ. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്തുത്തരം കൊടുക്കുമെന്നും എന്തു പറയണമെന്നും ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? എ ദൂതന്മാർ, ബി മനുഷ്യപുത്രൻ, സി പരിശുദ്ധാത്മാവ്. ഉത്തരം പരിശുദ്ധാത്മാവ്. പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമെന്ന് ഈശോയോട് പറഞ്ഞത് ആര്? എ ജനക്കൂട്ടം, ബി ശിഷ്യന്മാർ, സി ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ. ഉത്തരം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ. ഭോഷനായ ധനികന്റെ ഉപമ പറയാൻ ഉണ്ടായ സാഹചര്യം എന്ത്? എ പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമെന്ന് ഒരുവൻ പറഞ്ഞപ്പോൾ, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമെന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ പറഞ്ഞപ്പോൾ, സി പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമെന്ന് ഒരു മനുഷ്യൻ പറഞ്ഞപ്പോൾ. ഉത്തരം പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമെന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ പറഞ്ഞപ്പോൾ. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആരുടേതാകും? അധ്യായമേത്? വാക്യമേത്? ലൂക്ക 12:19, ബി
ലൂക്ക 12:20, സി ലൂക്ക 12:21. ഉത്തരം ലൂക്ക 12:20. ചെറിയ യാചകനമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഏത് ശീർഷകത്തിന്റെ താഴെയാണ് ഈ വാക്യം കാണുന്നത്? എ ഭയം കൂടാതെ സാക്ഷി നൽകുക, ബി ഭോഷനായ ധനികൻ, സി ദൈവപരിപാലനയിൽ ആശ്രയം. ഉത്തരം ദൈവപരിപാലനയിൽ ആശ്രയം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 40-ാം വാക്യമനുസരിച്ച് പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ വരുന്നത് ആരാണ്? എ ദൂതന്മാർ, ബി മനുഷ്യപുത്രൻ, സി കള്ളന്മാർ. ഉത്തരം മനുഷ്യപുത്രൻ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അധ്യായം ഏത്? വാക്യം ഏത്? എ വിശുദ്ധ ലൂക്ക 12:46, ബി വിശുദ്ധ ലൂക്ക 12:47, സി വിശുദ്ധ ലൂക്ക 12:48. ഉത്തരം വിശുദ്ധ ലൂക്ക 12:48. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 52-ാം വാക്യം അനുസരിച്ച് ഭിന്നിച്ചിരിക്കുന്ന എത്ര പേർ വീട്ടിൽ ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത്? എ 4, ബി 3, സി 5. ഉത്തരം 5. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആരാണ്? എ ഹെറോദസ്, ബി പീലിപ്പോസ്, സി പീലാത്തോസ്. ഉത്തരം പീലാത്തോസ്. സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടത് എത്ര പേരാണ്? എ 16, ബി 15, സി 18. ഉത്തരം 18. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 5-ാം വാക്യം അനുസരിച്ച് നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും എന്ന് ഈശോ പറഞ്ഞതിൻ്റെ കാരണമെന്ത്? എ അനുസരിക്കുന്നില്ലെങ്കിൽ, ബി പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, സി ബഹുമാനിക്കുന്നില്ലെങ്കിൽ. ഉത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6-ാം വാക്യം അനുസരിച്ച് മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച വൃക്ഷം ഏത്? എ ഒലിവുമരം, ബി അത്തിവൃക്ഷം, സി ദേവദാരു. ഉത്തരം അത്തിവൃക്ഷം. ഫലം തരാത്ത അത്തിവൃക്ഷം വെട്ടിക്കളയാൻ പറഞ്ഞപ്പോൾ കൃഷിക്കാരൻ എത്ര വർഷത്തേക്ക് കൂടി അത് നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത്? എ 1 വർഷം കൂടെ, ബി ഈ വർഷം കൂടെ, സി 2 വർഷം കൂടെ. ഉത്തരം ഈ വർഷം കൂടെ. സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ആര്? എ കൂനുള്ള സ്ത്രീ, ബി മഹോദര രോഗി, സി നാണയം കാണാതായ സ്ത്രീ. ഉത്തരം കൂനുള്ള സ്ത്രീ. സാപത്തിൽ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈശോ സുഖപ്പെടുത്തിയത് ആരെയാണ്? എ കൂനുള്ള സ്ത്രീയെ, ബി മഹോദര രോഗിയെ, സി നായിനിലെ വിധവയുടെ മകനെ. ഉത്തരം കൂനുള്ള സ്ത്രീയെ. യേശു സാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ചതാര്? എ ജനക്കൂട്ടം, ബി പുരോഹിതൻ, സി സിനഗോഗാധികാരി. ഉത്തരം സിനഗോഗാധികാരി. കിഴക്കുനിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് വിരുന്നിനിരിക്കുന്നത് എവിടെയാണ്? എ സിനഗോഗിൽ, ബി ദൈവരാജ്യത്തിൽ, സി ദേവാലയത്തിൽ. ഉത്തരം ദൈവരാജ്യത്തിൽ. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് യേശു എവിടേക്കാണ് യാത്ര ചെയ്തത്? എ ജെറീക്കോയിലേക്ക്, ബി ജെറുസലേമിലേക്ക്, സി സമരിയായിലേക്ക്. ഉത്തരം ജെറുസലേമിലേക്ക്. എവിടെ വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല എന്നാണ് പറയുന്നത്? എ സമരിയായിക്ക് പുറത്തു വെച്ച്, ബി ജെറുസലേമിന് പുറത്തു വെച്ച്, സി ജെറുസലേമിന് അകത്തു വെച്ച്. ഉത്തരം ജെറുസലേമിന് പുറത്തു വെച്ച്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? എ 34, ബി 35, സി 36. ഉത്തരം 35. സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? യേശു ഇതാരോടാണ് പറഞ്ഞത്? എ ശിഷ്യന്മാരോട്, ബി സദുക്കായരോടും ഫരിസേയരോടും, സി നിയമജ്ഞരോടും ഫരിസേയരോടും. ഉത്തരം നിയമജ്ഞരോടും ഫരിസേയരോടും. സാപത്തിൽ യേശു ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രോഗി ഏത് തരത്തിലുള്ള രോഗം ബാധിച്ച ആൾ ആയിരുന്നു? എ അന്ധനായിരുന്നു, ബി മഹോദര രോഗിയായിരുന്നു, സി കുഷ്ഠരോഗിയായിരുന്നു. ഉത്തരം മഹോദര രോഗിയായിരുന്നു.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 5-ാം വാക്യത്തിൽ പുത്രൻ എന്ന വാക്കിന് പകരം ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്ന വാക്ക് ഏതാണ്? എ. പുത്രി, ബി. കഴുത, സി. ദാസൻ. ഉത്തരം കഴുത. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ യേശു പറഞ്ഞ ഉപമ ഏത്? എ. വിരുന്നിൻ്റെ ഉപമ, ബി. അതിഥിക്കും ആതിഥേയനും ഉപദേശം, സി. ശിഷ്യത്വത്തിൻ്റെ വില. ഉത്തരം അതിഥിക്കും ആതിഥേയനും ഉപദേശം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അധ്യായമേത്, വാക്യമേത്? എ. വിശുദ്ധ ലൂക്ക 14:11, ബി. വിശുദ്ധ ലൂക്ക 14:12, സി. വിശുദ്ധ ലൂക്ക 14:15. ഉത്തരം വിശുദ്ധ ലൂക്ക 14:11. സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിച്ചാൽ പ്രതിഫലം ലഭിക്കുന്നത് എപ്പോഴാണ്? എ. നീതിമാന്മാരുടെ മരണത്തിൽ, ബി. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ, സി. നീതിമാന്മാരുടെ നല്ല പ്രവൃത്തിയിൽ. ഉത്തരം നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കാണുന്ന വിരുന്നിൻ്റെ ഉപമ ഉള്ള മറ്റൊരു സുവിശേഷ ഭാഗം ഏത്? എ. മത്തായി 22:1-10, ബി. യോഹന്നാൻ 22:1-10, സി. മത്തായി 22:11-22. ഉത്തരം മത്തായി 22:1-10. മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല. ഈ വാക്യം ഏത് ശീർഷകത്തിൻ്റെ താഴെയാണ് കാണുന്നത്? എ. വിരുന്നിൻ്റെ ഉപമ, ബി. ശിഷ്യത്വത്തിൻ്റെ വില, സി. അതിഥിക്കും ആതിഥേയനും ഉപദേശം. ഉത്തരം ശിഷ്യത്വത്തിൻ്റെ വില. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യം അനുസരിച്ച് യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നവർ ആരാണ്? എ. ഫരിസേയരും നിയമജ്ഞരും, ബി. ഫരിസേയരും സദുക്കായരും, സി. ചുങ്കക്കാരും പാപികളും. ഉത്തരം ചുങ്കക്കാരും പാപികളും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു എത്ര ഉപമകൾ പറയുന്നുണ്ട്? എ. 4, ബി. 3, സി. 2. ഉത്തരം 3. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അധ്യായം ഏത്, വാക്യം ഏത്? എ. വിശുദ്ധ ലൂക്ക 15:8, ബി. വിശുദ്ധ ലൂക്ക 15:7, സി. വിശുദ്ധ ലൂക്ക 15:6. ഉത്തരം വിശുദ്ധ ലൂക്ക 15:7. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ആരുടെ മുമ്പിലാണ് സന്തോഷമുണ്ടാകുന്നത്? എ. ദൈവത്തിൻ്റെ മുൻപിൽ, ബി. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ, സി. ദൂതന്മാരുടെ മുമ്പിൽ. ഉത്തരം ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. ധൂർത്തപുത്രൻ്റെ ഉപമ കാണുന്ന വാക്യങ്ങൾ ഏത്? 15:11-32, ബി. 15:10-32, സി. 15:15-32. ഉത്തരം 15:11-32. ധൂർത്തപുത്രന് സുബോധമുണ്ടായി എന്ന് പറയുന്ന വാക്യം ഏത്? 15:17, ബി. 15:18, സി. 15:16. ഉത്തരം 15:17. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ മൂത്ത മകൻ എവിടെ ആയിരുന്നു? എ. വീട്ടിൽ, ബി. കൃഷിസ്ഥലത്ത്, സി. വയലിൽ. ഉത്തരം വയലിൽ. സമ്പത്തിന് വ്യക്തിത്വം കൽപ്പിച്ചുകൊണ്ട് മൂലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? എ. മാമോൻ, ബി. ബെൽസെബൂൽ, സി. ലൂസിഫർ. ഉത്തരം മാമോൻ. നിയമവും പ്രവാചകന്മാരും ആരുവരെ ആയിരുന്നു? എ. സക്കറിയ, ബി. യോഹന്നാൻ, സി. മലാക്കി. ഉത്തരം യോഹന്നാൻ. നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ഏതാണ്? എ. ആകാശവും ഭൂമിയും പ്രത്യക്ഷമാകുന്നത്, ബി. ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നത്, സി. ആകാശവും ഭൂമിയും ഇല്ലാതാകുന്നത്. ഉത്തരം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നത്. ലാസർ വിശപ്പ് അടക്കാൻ ആഗ്രഹിച്ചത് എങ്ങനെ? എ. സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച്, ബി. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട്, സി. ധനവാൻ കൊടുത്തിരുന്നതുകൊണ്ട്. ഉത്തരം ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട്. ലാസർ മരിച്ചപ്പോൾ ദേവദൂതന്മാർ എവിടേക്കാണ് സമഹിച്ചത്? എ. സ്വർഗത്തിലേക്ക്, ബി. അബ്രാഹത്തിൻ്റെ മടിയിലേക്ക്, സി. ദൈവസന്നിധിയിലേക്ക്. ഉത്തരം അബ്രാഹത്തിൻ്റെ മടിയിലേക്ക്. ധനവാൻ മരണത്തിന് ശേഷം നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ കണ്ടത് ആരെയാണ്? എ. അബ്രാഹത്തെയും ലാസറിനെയും, ബി. ദൈവദൂതന്മാരെ, സി.
അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും. ഉത്തരം അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? എ 30, ബി 31, സി 32. ഉത്തരം 31.